Today we are heading to the summer palace of the famous Mysorean ruler Tipu Sultan. So welcome to Makris on the Roll. നമ്മളിപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കോട്ടയ്ക്കാണ് പോയോണ്ടിരിക്കുന്നത്. ഇവിടെ സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 20 രൂപയാണ്. അപ്പോൾ ഈ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ QR കോഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട. നമ്മൾ വിദഗ്ധമായിട്ട് ഇത് എൻട്രി ചെയ്യണം, എന്നാലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. അത് ആദ്യമായിട്ട് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എൻ്റെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേയിലൂടെ പൈസ അടച്ചു. ഇപ്പം നമ്മൾ എൻട്രൻസിലെ ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് കയറുവാണ്. മതി. ഇപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. നല്ല നട്ടപ്പാറ വെയിലാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുട കൈ പിടിക്കുന്നത് എപ്പോഴും ഉപകരിക്കും നമുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെ നോക്കിയെടുക്കുന്നത്. കുറേ ഏരിയ ഉണ്ട്. നമ്മുടെ ഗൈഡ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ആളുടെ ഡ്രസ്സുകൾ, ഇതെല്ലാം കാണാനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അതിപ്പോൾ ഇതിൽ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കുത്തുപണി വർക്കൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗൈഡ് മാപ്പ് ഫോർ ശ്രീരംഗപട്ടണം ഇതാണ്. ഇതൊക്കെയാണ് അവരുടെ വർക്ക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഗംഭീര വർക്കാണ്. ആ ലക്ഷറി, റോയാലിറ്റി അതൊക്കെ പെട്ടെന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള പെയിൻറ്റിങ്സ് തന്നെയാണ് വോളുമ കാണുന്നത്. എല്ലാ സീലിംഗ് പോലും കാണാം. ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇതൊക്കെ അവിടുത്തെ പെയിൻറ്റിങ്സാണ്. കിങ് റൂളേഴ്സ് ഒരു സ്റ്റോറിയാണ് പറയുന്നതാണ്. നമുക്ക് ചിലപ്പോഴെങ്കിലും വരാവുന്ന ഒരു കൺഫ്യൂഷനാണ്. ടിപ്പു സുൽത്താൻ ഒരിക്കലും ഒരു രാജാവല്ല, പുള്ളി മൈസൂരത്തെ ഒരു റൂളറായിരുന്നു. അതുപോലെ തന്നെ ഈ പാലസ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പം ഈ പാലസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഈ പാലസിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1781 ഹൈദരാലിയാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തത് 1791 ടിപ്പു സുൽത്താനാണ്. ഈ സ്ഥലത്തിന്റെ ഒരു മാപ്പ് നമ്മളിപ്പോൾ മാളിലൊക്കെ പോയി കാണുന്ന പോലത്തെ മാപ്പുകൾ, പിന്നെ അന്നത്തെ കാലത്തെ കുറെ പെയിന്റിങ്സ്, അതിൻ്റെയൊക്കെ വിത്ത് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ടിപ്പു യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ, ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേയിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ കുറച്ച് ക്ലോത്ത്സ്, ഇങ്ങനെ നമുക്ക് അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു അവരുടെ ജീവിത ശൈലി എന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ ഒത്തിരി എക്സിബിറ്റ്സ് അല്ലെങ്കിലും ഉള്ള കുറച്ച് എക്സിബിറ്റ്സിൽ നിന്ന് നമുക്ക് അവരുടെ ലൈഫ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടിപ്പുവിന്റെ നമ്മൾ ഇതുവരെ കാണാത്ത പോലത്തെ ഒരു ഡിഫറെന്റ് ആംഗിളിലുള്ളൊരു പെയിന്റിംഗ് ആയിരുന്നു ഇത്. ഈ പെയിന്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഡയറക്റ്റ്ലി ടിപ്പു സുൽത്താൻ നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെയാണ് ആ ചിത്രകാരൻ അത് വരച്ചിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണാനും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം 3 ലാംഗ്വേജിൽ ഈവൻ ഡിസ്ക്രിപ്ഷൻ വരെ എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. കർണാടക ഗവൺമെന്റിന്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മനോഹരമായ ഈ ലോണും ചെടികളും ഇതിന്റെ ഭംഗി പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ പാലസിനകത്ത് നിന്നുകൊണ്ട് പുറമേക്ക് നോക്കുമ്പോൾ ഉള്ള ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഈ സ്ഥലത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു. പണ്ട് ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന കാലത്ത് ഇവിടെ അദ്ദേഹം വിഷൻ ചെയ്തിട്ടുള്ള ഒരു ത്രോൺ ഉണ്ടായിരുന്നു. ആ ത്രോൺ ഫുൾ സ്വർണം കൊണ്ട് കവർ ചെയ്ത് ഫുൾ നല്ല പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടൊക്കെ അലങ്കരിച്ചൊരു ത്രോൺ ആയിരുന്നു അത്. പക്ഷെ അദ്ദേഹം ഒരു ശപഥം ചെയ്തിരുന്നു, ബ്രിട്ടീഷുകാരെ മുഴുവനായി തോൽപ്പിച്ചല്ലാതെ പുള്ളി അത് യൂസ് ചെയ്യില്ല എന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനു മുൻപ് അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നിട്ട് ബ്രിട്ടീഷുകാരെ അത് ഓരോ ഭാഗമായി മുറിച്ച് വിൽക്കുകയാണ് ചെയ്തത്. കാരണം അത് മൊത്തത്തിൽ ഓപ്ഷൻ ചെയ്ത അന്ന് കാലത്ത് അത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല.
സോ ദിസ് പ്ലേസ് ഹോൾഡ് സ്പെഷ്യാലിറ്റി ലൈക്ക് ദിസ്. നമ്മൾ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യുമ്പം യു ഓൾവേസ് ഹാവ് എ ചാൻസ് ടു ലേൺ മോർ അബൌട്ട് യുവർ ഹിസ്റ്ററി. അന്നുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചറിയാതെ പോയത് പലതും ഇതുപോലെ കണ്ടറിയാൻ നമുക്ക് സാധിക്കും. സോ ഇഫ് യു ആർ സമ്മൺ ഹു ലവ്സ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ആർക്കിടെക്ചർ ലവ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വിസിറ്റിനായാലും ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്. സോ ഞങ്ങൾ ഹെഡ് ബാക്ക് ചെയ്യാണ്. സോ ലൈക്ക് ടു ഷോ ലവ് ഷെയർ ടു സ്കെയർ and subscribe to be surprised. ബൈ.